ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഞങ്ങൾ എറണാകുളത്തൊക്കെ ഒന്ന് പോയി ഒരു ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാനൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അതായത് ഇതുവരെ ഞാൻ സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പിക്ചർ ക്വാളിറ്റി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകണമെങ്കിൽ വേറൊരു ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. അപ്പം മൈ ജി എന്നാണ് ഞങ്ങൾ ഫോൺ വാങ്ങിച്ചത്. മൈ ജി കണ്ടോ, അവിടെ നിന്നാണ് ഫോൺ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോത്തീസിൽ പോയി. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ടോപ്പ് കുർത്തീസ് പോലത്തെ അതൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോന്നു. അതായത് വൈകിട്ട് പോയിട്ട് രാത്രി ഒരു 10 മണിയായി തിരിച്ചെത്തിയപ്പോൾ. അപ്പോഴും മൈ ജിയിൽ ഭയങ്കര തിരക്ക്, നല്ല തിരക്കുണ്ട്. ഓണത്തിൻ്റെ ആ സമയമൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അവിടെ നല്ല തിരക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങാറുണ്ട്. ഇതിനു മുമ്പൊക്കെ ഞാൻ ഫോൺ വാങ്ങിച്ചിരുന്നത് ലുലു മാളിലെ ലുലു കണക്റ്റിൽ നിന്നാണ്. പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു ഒന്ന് മാറി നോക്കാം. അപ്പം മൈ ജിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ട, ഇതാണ് വാങ്ങിച്ചത്. ഒപ്പോ F27 Pro Plus. ഇതാണ്. വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. അതായത് ഇപ്പം 28,999 അങ്ങനെ കണ്ടാണ്, അതോ 29,000 എന്തായാലും അത്രയും വിലയുള്ളതാണ്. അതിൻ്റെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു 3,000 HDFCയുടെ കാർഡാണെങ്കിൽ 3,000 അവർ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ HDFC കാർഡ് തന്നെ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്തു. പിന്നെ ഇതിന് 1 ഇയർ വാറൻറ്റി ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വാറൻറ്റി ഏതെങ്കിലും ഒന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തു, 1 ഇയർ ഇൻഷുറൻസ് എടുത്തു. കുഴപ്പമില്ല. ഈ ഒപ്പോ ആണ് മേടിക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പർച്ചേസൊക്കെ നോക്കുന്ന ഡിബിനുണ്ട്. അപ്പോൾ ഡിബിൻ പറഞ്ഞു ഒപ്പോ ഈ ഒരു റേഞ്ചിൽ വരുവാണെങ്കിൽ ഇതായിരിക്കും നല്ലത്, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കണ്ട. പിന്നെ ഇതിന് നമ്മളൊരു എക്സ്ട്രാ കവർ കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇത് വിവോ നോക്കി, സാംസങ് നോക്കി. സാംസങ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അതും കൂടെ നോക്കി. പക്ഷെ ഹസ്ബൻഡ് എന്തായാലും ഈ ബ്രാൻഡിൽ തന്നെ അങ്ങ് പുള്ളി സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വാങ്ങിച്ചു. ഇത് വാറൻറ്റി എന്ന് പറഞ്ഞാൽ 1 ഇയർ വാറൻറ്റിയാണ്. പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് കളഞ്ഞു പോയാൽ, നമ്മുടെ കയ്യിൽ നിന്ന് വീണാലും ഒക്കെ നമുക്ക് അവർ മാറ്റിത്തരും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ വീണ് കഴിഞ്ഞ് ചെല്ലുമ്പോഴറിയാം. ചിലർ ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒക്കെ ചിലരുടെയൊക്കെ വളരെ മോശമായിരിക്കും. ഇത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവരുമായിട്ട്. അപ്പം അതുകൊണ്ട് അറിയില്ല, നോക്കാം. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചത്, ഞാനിപ്പം ഈ കേക്കൊന്നും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല ഇതുവരെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഹാൻഡ് മിക്സർ ഉണ്ടായിരുന്നു. അതൊരു സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അതിപ്പം നോക്കിയപ്പം അത് ഞാൻ ഈ നെയ്യുണ്ടാക്കി ആ തൈര് കടഞ്ഞ് അതിൻ്റെ ബ്ലേഡെല്ലാം ഇതായി, ഇപ്പോൾ വർക്കാവുന്നുമില്ല. അപ്പം ഞാനത് കൊണ്ട് ഒരു ഫിലിപ്സ് കേട്ടോ ഹാൻഡ് മിക്സർ വാങ്ങിച്ചു. ഇത് 2,600 അത്രയൊക്കെ വരും. പക്ഷെ ഇത് ബ്രാൻഡ് നല്ലതാണ്. ഫിലിപ്സ് വലിയ പ്രോബ്ലം ഇല്ലാത്ത ബ്രാൻഡാണ്. കണ്ടോ, ഇതിന് 2 ഇതുണ്ട്, ബ്ലേഡുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പവറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് തൈര് കടയാനൊക്കെ ഉപയോഗിക്കാം, നെയ്യെടുക്കാനായിട്ട്, ബട്ടർ എടുക്കാനും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കേക്കിൻ്റെ ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്തെങ്കിലും മാവൊക്കെ മിക്സ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇങ്ങനത്തെ 2 സംഭവം കൂടിയുണ്ട്. അപ്പം അത് വാങ്ങിച്ചു. പിന്നെ മൈ ജിയിൽ ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്ക്. അപ്പോൾ ഓണത്തിൻ്റെ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിരുന്നു ഇന്നലെ ഒക്കെ ആയപ്പോഴത്തേക്കും. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഈ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഇത് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോത്തീസിൽ പോയി. പോത്തീസിൽ ഞാൻ ഇതിനു മുമ്പ് ശീമാട്ടി, ജയലക്ഷ്മിയൊക്കെയാണ് പോകാറ്. പോത്തീസിൽ പോയിട്ടുണ്ട്, 1-2 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് പോത്തീസിലും പോകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കലൂരുള്ള പോത്തീസിൽ 3-4 വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അവിടെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 3-4 കുർത്തീസ്
കണ്ടോ, ഒരെണ്ണം. എല്ലാം ലൈറ്റ് കളറാണ് എടുത്തത്. സാധാരണ ഞാൻ എല്ലാം ഡാർക്കാണ് എടുക്കാറ്, ഇത്തവണ ഞാൻ എല്ലാം ലൈറ്റ് കളറാണ്. ഇതിനൊക്കെ കുറച്ച് അത്യാവശ്യം ഇതുണ്ട്. ഇത് 1295 ആണ് ഇതിൻ്റെ കോസ്റ്റ്. ഇത് 1105. പക്ഷെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്, കുഴപ്പമില്ല. ഇത് 1085. പിന്നെ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വില കൂടും. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവർ തയ്ച്ച് തരാനുള്ള ഡിലേ. ഇത് 1115. എല്ലാം 1000 എബോവ് ആണ്. പിന്നെ ബിലോ ഉള്ള അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കോട്ടൺ ഒരുവിധം അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നോക്കി എടുത്തപ്പോൾ ഇത്രയും കോസ്റ്റായി. പിന്നെ ഇതിന് പറ്റിയ ബോട്ടം, അത് ബ്രാൻഡഡ് ആണെങ്കിൽ വില കൂടും. ഇത് അത്ര വില കോസ്റ്റ്ലി അല്ല. ഇതൊക്കെ ബ്രാൻഡഡ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ് വൈസ് 799 അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ അത് 3 എടുത്തു. ഇത്രയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും തന്നെ ഒരു 10 മണിയായി, രാത്രി 10 മണിയായി. പിന്നെ പോയതും വന്നതും ഒക്കെ ഇവിടെ കളിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെട്രോയിലാണ് പോയതും വന്നതും ഒക്കെ. പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 10:15 ഒക്കെ കഴിഞ്ഞു രാത്രി. അപ്പം നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.